എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള റെഗുലർ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 1-ാം തീയതി പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് റെഗുലർ അഡ്മിഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കറക്റ്റായിട്ട് ഓരോ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് കാരണം അഡ്മിഷനൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് കറക്റ്റായിട്ട് പരിശോധിച്ച് എപ്പോഴാണ് ഓരോ അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ളതും അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഈ ഒരു ജൂലൈ 1-ാം തീയതി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതിനാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോവുകയും അതിനുശേഷം നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നത് എന്നുള്ള കാര്യം അവിടെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ അത് റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് അതായത് അതിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഓപ്ഷൻസിൻ്റെ മുകളിലുള്ള ഓപ്ഷനെയാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 1-ാം തീയതിയും അതിനുശേഷം ജൂലൈ 4-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിര പ്രവേശനം നേടാനായിട്ട് സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ഈ ഒരു രീതിയിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ അഡ്മിഷൻ ഈ ഒരു 4-ാം തീയതി അതായത് ജൂലൈ 4-ാം തീയതിക്കകം അഡ്മിഷൻ നേടണം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 10-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 5-ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. അപ്പോൾ 5-ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനാണ് അതായത് റിപ്പോർട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടി വരിക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്തും വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിൽ തന്നെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പററി അതുപോലെ പെർമനൻറ്റ് അഡ്മിഷന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17-ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടുന്നതിനുള്ള സമയം ലഭ്യമാവുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിയ ശേഷമുള്ള നിങ്ങളുടെ ആദ്യത്തെ സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതുപോലെ ഇൻഡക്ഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 18-ാം തീയതിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുക. അതിനുശേഷവും ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ജില്ലാ തലത്തിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ജില്ലാ തലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കൗൺസിലിംഗ് നടപടികൾ നടത്തുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ആ ഒരു നോഡൽ പോളിടെക്നിക്കൽ കോളേജിൽ അത് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പോവുകയും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് അതായത് റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളെ വിളിക്കുകയും നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുകയും ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂലൈ 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ അഡ്മിഷൻ അതായത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതിനുശേഷം അതത് സ്ഥാപനാടിസ്ഥാനത്തിൽ സ്പോട്ട് അഡ്മിഷൻ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കും. അത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വരെയാണ് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോളിടെക്നിക്കൽ കോളേജിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് നടക്കുന്നത്. അതിനുശേഷം തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 12-ാം തീയതി തൊട്ട് 16-ാം തീയതി വരെയാണ്. അതായത് ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെയും. അഡ്മിഷൻ അവസാനിപ്പിക്കുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.